ഹായ് ഹലോ ദിസ് ഇസ് യാസ്മിൻ ആസിഫ്. അപ്പോൾ ഇന്ന് വർക്കുള്ള കാര്യം വരെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കത്തു നിന്നൊക്കെ എണീറ്റ് ഓടുകയാണ് സത്യം പറഞ്ഞ വർക്കിന്. ഒരാൾ 7:45 എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് വർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ബസ്സൊക്കെ ഓടിച്ചിട്ടിട്ട് പിടിച്ചിട്ടോ. ഇവരെ എന്നെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പൊ അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബസ് എങ്ങനെ നമുക്ക് പോകണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട് വിട്ടതാണ്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. അപ്പൊ ഇവര് രണ്ടാളും പാടെ അതാ ബസ് നോക്കാൻ പറഞ്ഞ ആൾക്കാര് ഇവിടെ വന്നിട്ട് ഫാൻസി കടയിൽ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ബസ് കിട്ടി. കുറച്ച് കറങ്ങിയിട്ടൊക്കെ വേണം നമുക്ക് പോകാൻ. നേരിട്ട് ബസ്സൊന്നുമില്ല. അപ്പൊ ഒരു 2 ബസ്സൊക്കെ മാറി കയറണം. ഇതാ ബസ്സിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് വഴിയിൽ നിന്നൊക്കെയാണ് പിന്നെ ഓരോരുത്തരായിട്ട് കയറിയത്. പക്ഷെ ഭയങ്കര തണുപ്പുള്ള ഒരു ദിവസം കേട്ടോ. ലിപ്സ്റ്റിക്കോ ഐലൈനറോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ. അപ്പോ അവിടുന്ന് അങ്ങനെ ഇറങ്ങി ഒരു 2 ബസ്സൊക്കെ മാറി കയറി ഇറങ്ങി കുറച്ചും കൂടി നടക്കാണ്ടായിരുന്നു. വന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു ബസ് കയറാണ്ടായിരുന്നു. എത്ര തണുപ്പാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. കുത്തണ വെയിലായിരുന്നു, മുഖത്ത് ഇങ്ങനെ കുത്തറക്കണ ഒരു വെയിലായിരുന്നു. അപ്പൊ ഞങ്ങള് കുഴൽമന്ദം അവിടുന്ന് എന്തോ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ട് ഞങ്ങള് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങള് എന്തായാലും വർക്ക് തുടങ്ങാൻ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയി ഒരു കടിയും ചായയൊക്കെ കുടിച്ചു. ഞാൻ ഐലൈനർ എഴുതാൻ മറന്നു. അപ്പോ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങക്ക് വർക്ക് ഇത് വീണ്ടും തുടങ്ങാൻ കുറച്ചും കൂടി വൈകി. ഇതാണ്ടോ എന്നും കംപ്ലൈന്റ് അവൾക്ക്, മധുരല്ല, പഞ്ചസാര പോരാ. ഇതെന്തോ ഒരു ജ്യൂസ് കേട്ടോ, എനിക്കിഷ്ടായില്ല. എന്തൊരു പാല് വെറും പത മാത്രമായിരുന്നു കേട്ടോ ജ്യൂസില്. അപ്പൊ ഞങ്ങള് ജ്യൂസൊക്കെ കുടിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യല്ലേ. അപ്പൊ ഞാൻ ഒരാളോട് വെൽക്കം ചെയ്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ഇത് കണ്ടോ അഭിനയിച്ച് കാണിക്കണേ, വെൽക്കം ചെയ്ത് കാണിക്കാണ്. അപ്പോ പയ്യന്റെ എൻട്രി ആയിട്ടുണ്ട്. പയ്യനെ എസ്കോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോണം. ഞങ്ങളല്ല ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ 2 പേര് സ്റ്റേജിലും 2 പേര് ഫ്രണ്ടിലും ആയിരുന്നു കേട്ടോ. അപ്പൊ ഫോട്ടോ സെക്ഷൻ അറേഞ്ച് ചെയ്തതിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പൊ ഫോട്ടോ സെക്ഷൻ അറേഞ്ച് ചെയ്ത് നിർത്തുന്ന ഒരു ഇതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടുന്ന് 2 മണി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2:45 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശക്കണവും ഉണ്ടായിരുന്നു, നല്ല ടയർഡായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു. ഒരു 2:45 ആയപ്പോഴാണ് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞത്. എന്നിട്ട് ഞങ്ങള് പെട്ടെന്ന് തന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ ചെന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഫേവററ്റ് ആയ ബിരിയാണി റാവുത്തർ ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് നേരം വൈകിയ കാരണം കൊണ്ട് എനിക്ക് അത് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇത്രയും നേരമായത് കാരണം കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, ഞങ്ങളത് ഇറങ്ങാണ്. ബൈ, നെക്സ്റ്റ് വർക്കിന് കാണാം.